ലോകത്തിന്റെ എണ്ണക്കുഴലായ ഹോർമൂസ് കടലിടുക്കിൽ യുദ്ധപ്പെരുമ്പറയുടെ താളം മുറുകുന്നതോടെ യുഎസിനും തല പെരുക്കുകയാണ്. പക്ഷെ അത് സഹിക്കാനും അവർ തയ്യാറാണ്. ഇറാന്റെ ഭീഷണിയെ തുടർന്ന് ഗതാഗതം നിലച്ച ഗൾഫിലൂടെ പോകുന്ന എണ്ണക്കപ്പലുകൾക്ക് ഇനി നേരിട്ട് കാവലായി അമേരിക്കൻ നാവികസേന എത്തും. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റേതാണ് ഈ അടിയന്തര പ്രഖ്യാപനം. ഹോർമൂസ് കടലിടുക്കിലൂടെ പോകുന്ന കപ്പലുകൾക്ക് വളരെ കുറഞ്ഞ നിരക്കിൽ ഇൻഷുറൻസും സാമ്പത്തിക സുരക്ഷയും അമേരിക്കൻ ഏജൻസിയായ DFC നൽകും. ആവശ്യമെങ്കിൽ അമേരിക്കൻ നാവികസേന നേരിട്ട് എണ്ണ ടാങ്കറുകൾക്ക് സുരക്ഷയൊരുക്കുമെന്നും ട്രംപ് ട്രൂത്ത് സോഷ്യലിലൂടെ വ്യക്തമാക്കി. തങ്ങളുടെ സൈനിക സാമ്പത്തിക ശക്തി ഉപയോഗിച്ച് ലോകത്തിന് തടസ്സമില്ലാത്ത ഊർജ വിതരണം ഉറപ്പാക്കുകയാണ് അമേരിക്കയുടെ ലക്ഷ്യം. ഈ തന്ത്രപ്രധാനമായ ജലപാതയിലൂടെ പോകുന്ന കപ്പലുകൾ ലക്ഷ്യമിടുമെന്ന ഇറാന്റെ നിരന്തര ഭീഷണിയാണ് അമേരിക്കയുടെ ഈ അടിയന്തര നീക്കത്തിന് പിന്നിൽ. മേഖലയിൽ ഇതിനോടകം പല കപ്പലുകൾക്ക് നേരെയും ആക്രമണം ഉണ്ടായിട്ടുണ്ട്. ഇതോടെ പ്രമുഖ മാരിടൈം ഇൻഷുറൻസ് കമ്പനികളെല്ലാം യുദ്ധഭീതി കാരണം കപ്പലുകൾക്കുള്ള കവറേജ് വെട്ടിച്ചുരുക്കി. ഇൻഷുറൻസ് പരിരക്ഷയില്ലാതെ ഭീമമായ നഷ്ടം സഹിക്കാൻ കപ്പലുടമകൾ തയ്യാറാകാതെ വന്നതോടെയാണ് പ്രതിസന്ധി രൂക്ഷമായത്. സൈനികമായി ഇറാൻ ഹോർമൂസ് കടലിടുക്ക് അടച്ചുപൂട്ടാൻ കഴിയില്ലെങ്കിലും ഇൻഷുറൻസ് കമ്പനികൾ വിചാരിച്ചാൽ അത് നടക്കുമെന്ന രസകരമായ അവസ്ഥ വന്നതോടെയാണ് ട്രംപ് നേരിട്ടിടപെട്ടത്. വാണിജ്യ കവറേജ് നഷ്ടപ്പെട്ട് കപ്പലുകൾക്ക് സാമ്പത്തിക സംരക്ഷണം നൽകി ഗതാഗതം പുനഃസ്ഥാപിക്കാനാണ് അമേരിക്കയുടെ ശ്രമം. ദിവസേന ശരാശരി 60 കപ്പലുകൾ പോയിരുന്ന സ്ഥാനത്ത് തിങ്കളാഴ്ച കടന്നുപോയത് വെറും 2 കപ്പലുകൾ മാത്രമാണ്. ആഗോള എണ്ണ വിതരണത്തിന്റെ 20% കടന്നു പോകുന്നത് ഈ വഴിയിലൂടെയാണ്. എന്ത് വില കൊടുത്തും ഊർജ വിതരണം തടസ്സപ്പെടില്ലെന്ന് ഉറപ്പാക്കാനാണ് അമേരിക്കയുടെ തീരുമാനം. നാവികസേനയുടെ യുദ്ധ കപ്പലുകൾ എണ്ണ ടാങ്കറുകൾക്ക് ചുറ്റും സായുധ കാവൽ ഒരുക്കുമ്പോൾ ഹോർമൂസിൽ അമേരിക്കയും ഇറാനും നേർക്കുനേർ വരുന്ന സാഹചര്യമാണ് ഒരുങ്ങുന്നത്. വരും ദിവസങ്ങളിൽ ഹോർമൂസിൽ ഇനി എന്ത് സംഭവിക്കുമെന്നാണ് ലോകം ആശങ്കയോടെ ഉറ്റുനോക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളം.